ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായിരുന്ന മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് BBAയുടെ ആണ് പറഞ്ഞിരിക്കുന്നത്. BBAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തത് BCOMൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആയിരുന്നു. ഇന്ന് BBAയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാനേജീരിയൽ എക്കണോമിക്സ് 2.5 hours ആണ് എക്സാം ടൈം. മാക്സിമം 80 മാർക്സ്. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാം. 2 മാർക്സ് ആണ് പാർട്ട് എയിൽ. സീലിംഗ് മാക്സിമം സീലിംഗ് എന്ന് പറഞ്ഞാൽ 25 മാർക്സ് ആണ്. ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫൈൻ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ. അതേപോലെ രണ്ടാമത്തെ, ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ്, എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മീനിങ് ഓഫ് സപ്ലൈ, ക്രോസ് ഇലാസ്റ്റിസിറ്റി, ഐസോക്വാണ്ട്, ഒളിഗോപ്പൊളി, monopolistic competition, supply schedule, opportunity cost, define economies of scale, what is business cycle, what is meant by perfect competition, define managerial economics. 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. BCOMൻ്റെ പേപ്പർ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണ് നമുക്ക് BBAക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് പാർട്ട് എയിൽ വരുന്നത്. ഇനി പാർട്ട് ബിയിലെന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് 5 മാർക്കാണ്. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാം. മാക്സിമം സീലിംഗ് 35 മാർക്സ് ആണ്. ഇതിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ മൂവ്മെൻറ്റ്സ് അലോങ് ദ ഡിമാൻഡ് കർവ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്, ഡിസ്കസ് ദ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് സപ്ലൈ, എക്സ്പ്ലെയിൻ മാർജിനൽ പ്രൊഡക്ട്സ്, ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ, explain the pricing under oligopoly, discuss the use of economic forecast, and last one, 23rd one, what are the factors determining the cost of production. ഇത്രയാണ്. ഈ പാർട്ട് സിയിൽ എസ്എ ക്വസ്റ്റ്യൻ ആണ്. 2 എസ്എ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എഴുതാൻ പറ്റുക. 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 24ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് മാനേജീരിയൽ എക്കണോമിക്സ്, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ഇൻ ബിസിനസ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ വേരിയസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഫോർകാസ്റ്റിംഗ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ആൻഡ് ലാസ്റ്റ് 27th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. വളരെ ഈസി ആയിട്ടുള്ള ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. കാരണം മാനേജറിയൽ എക്കണോമിക്സ് ഉള്ള ഫസ്റ്റ് പാർട്ടിൽ തന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സെക്ഷനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഇതവിടെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ എളുപ്പമാണ്. ക്വാണ്ടിറ്റി മെത്തേഡ്സ് ഫോർകാസ്റ്റ് ചെയ്യാനുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു BBAയുടെ ഇപ്രാവശ്യം നടന്ന മാനേജറിയൽ എക്കണോമിക്സിൻ്റെ എക്സാം. ഇനി ഇതിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതിൻ്റെ ആൻസർ കീ കൂടി ഒന്ന് പറയുന്നുണ്ട്. ആൻസർ കീയിൽ ഫസ്റ്റ് പാർട്ട് എയിലത്തെയാണ്. യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റെപ്രസെൻറ്റേഷനാണ് കൺസ്യൂമർ ബിഹേവിയർ ദാറ്റ് മേക്സ് അസംഷൻസ് അബൌട്ട് ഹൗ customers spend their money and how much utility a company might spend on the product or service. യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡലിൽ ഓരോ കസ്റ്റമറും അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ എത്രത്തോളം പണം സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്, അതേപോലെ തന്നെ ഓരോ കമ്പനി കൊടുക്കുന്ന സർവീസും പ്രോഡക്റ്റിലൊക്കെ എത്രത്തോളം അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു യൂട്ടിലിറ്റിക്ക് വേണ്ടി എന്നുള്ളത് തന്നെയാണ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, രണ്ടാമത്തേൽ ഡിമാൻഡ് ഫംഗ്ഷൻ എന്താ ചോദിച്ചിട്ടുണ്ട്. ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാനേജറിയൽ എക്കണോമിക്സിലെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് 2 കാര്യങ്ങളുടെ റിലേഷൻഷിപ്പാണ്. അതായത് ഒരു സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സർവീസിൻ്റെ ക്വാണ്ടിറ്റി കസ്റ്റമർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, അതിന് എത്രത്തോളം അവർ പേയ്മെൻറ്റ് കൊടുക്കാൻ റെഡിയാണെന്നുള്ളതും അവരുടെ ഇൻകം ലെവലും അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും പ്രൈസസും ഒക്കെയാണ് റിലേറ്റഡ് ഗുഡ്സുമായിട്ടും അല്ലെങ്കിൽ സർവീസുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷനിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുക, അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുക, അതിനൊരു പ്രൈസ് പേ ചെയ്യാൻ റെഡി ആവുക, അതിന് ഇൻകം ലെവൽ ഉണ്ടാവും, അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രൈസസ് ഉണ്ടായിരിക്കും. ഇനി ഡിമാൻഡ് ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. P equal to f of x, P equal to f of x എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്? ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി മെഷർ ഹൗ ഡിമാൻഡ് റെസ്പോൺസ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ് ഓർ ഇൻകം.
നമ്മുടെ ഇൻകത്തിലോ നമ്മുടെ പ്രൈസിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണെങ്കിൽ അത് ഡിമാൻഡിനെ എത്രത്തോളം വാരി ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇലാസ്റ്റിസിറ്റിയിൽ പറയുന്നത്. കോമൺലി റെഫർ ചെയ്യുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ്. കാരണം ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ സേവനത്തിൻ്റെ വില മാറും തോറും നമ്മൾ എങ്ങനെയാണത് പർച്ചേസ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് നോക്കുന്നത്. എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഇസ് ദ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ദാറ്റ് പ്രൊഡ്യൂസർ ഓർ സെലർ ഈസ് വില്ലിംഗ് കാപ്പബിൾ ടു പ്രൊവൈഡ് ടു ബയേഴ്സ്. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എത്രത്തോളം പ്രോഡക്റ്റുകൾ ബയേഴ്സിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് സപ്ലൈ ചെയ്യാൻ റെഡിയാണെന്നുള്ളതാണ്. ഇറ്റ്സ് ലോ സ്റ്റേറ്റ്സ് സപ്ലൈ വിൽ സർജ് ആസ് പ്രൈസ് ഇൻക്രീസസ്. നമ്മളിതിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് കൂടുന്തോറും സപ്ലൈ കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രൊഡ്യൂസേഴ്സ് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ഐറ്റത്തിൻ്റെ പ്രൈസിനോട് അത്രയും ക്ലോസ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു എക്കണോമിക് കോൺസെപ്റ്റ് ആണ്. അവിടെ നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് വൺ ഗുഡ് വെൻ ദ പ്രൈസ് ഓഫ് അനദർ ഗുഡ് ചേഞ്ചസ്. ഒരു സാധനത്തിൻ്റെ വില മാറുന്നതിനനുസരിച്ച് അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു സാധനത്തിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ക്രോസ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഐസോകോണ്ട് എന്താണെന്നുള്ളത് എക്കണോമിക്കിൽ അതൊരു കേർവാണ്. അതിൽ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഓൾ ദ കോമ്പിനേഷൻസ് ഓഫ് ഫാക്ടേഴ്സ് ടു പ്രൊഡ്യൂസ് ഗിവൺ ഔട്ട്പുട്ട്, ഒരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് കിട്ടാൻ നമുക്ക് ഏതൊക്കെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം എന്ന് കാണിക്കുന്നതാണ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ് എക്കണോമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒളിഗോപ്പൊളിയിൽ സ്മോൾ നമ്പർ ഓഫ് ഫേംസ് ആയിരിക്കും ആ ഒരു മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുക. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ് ഫേംസ് ക്യാൻ കീപ്പ് അതേഴ്സ് ഫ്രം ഹാവിങ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദ മാർക്കറ്റ്. ആ ഒരു മാർക്കറ്റിൽ കൂടുതൽ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കാൻ ബാക്കി ആരെയും അവർ അനുവദിക്കുന്നില്ല. കാരണം ഈ കുറച്ച് ഫേംസ് തന്നെ ആയിരിക്കും അവിടെ ലീഡ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് അവിടെ ഓഫർ ചെയ്യണം കൂടുതൽ പ്രൊഡക്റ്റും സർവീസസും ഒക്കെ ഒരേ രീതിയിലുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളായിരിക്കും കൊടുക്കുക. പക്ഷേ അത് പെർഫെക്റ്റുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. പിന്നെ ബാരിയേഴ്സ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഉള്ള ബാരിയേഴ്സ് എന്ന് പറയുന്നത് ലോ ആണ്. ആൻഡ് ഡിസിഷൻസ് ഏതെങ്കിലും ഒരു ഫേം ഡിസിഷൻ എടുക്കുകയെന്ന് വെച്ചാൽ ഡു നോട്ട് ഡയറക്റ്റ്ലി അഫക്റ്റ് ഇറ്റ്സ് കോമ്പറ്റേഴ്സ്. അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനൊന്നും ഒരിക്കലും ഡയറക്റ്റായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ സപ്ലൈ ഷെഡ്യൂൾ എന്താ ചോദിക്കുന്നുണ്ട്. അതൊരു ടാബുലർ റെപ്രസെൻറ്റേഷനാണ്. പല ക്വാണ്ടിറ്റിയിൽ ഒരു കമ്മോഡിറ്റിയുടെ പല പല ക്വാണ്ടിറ്റി നമ്മൾ സപ്ലൈ ചെയ്യുന്നത് സപ്ലൈഡ് ബൈ എ സപ്ലയർ അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസിൽ ഒരു സപ്ലയർ കൊടുക്കുന്നതിനെ കാണിക്കുന്ന ഒരു ടാബുലറായിട്ട് കാണിക്കുന്ന റെപ്രസെൻറ്റേഷനാണ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഗുഡ്സും അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സപ്ലൈഡും ഇവ തമ്മിൽ റിലേഷനാണ് അവിടെ കാണിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി അല്ലെങ്കിൽ ബെനിഫിറ്റ് ലോസ്റ്റ് ബൈ നോട്ട് സെലക്ടിങ് എ പെർട്ടിക്കുലർ ഓപ്ഷൻ. ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഡെസിഷൻ എടുക്കുന്ന സമയത്ത് ചെയ്യാത്തത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ആ ഒരു നഷ്ടം അതിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്കൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് എന്ത് വന്നാലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഒന്നോ രണ്ടോ ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. തീർച്ചയായും 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ മറ്റൊന്നിനെ നമ്മളവിടെ ഉപേക്ഷിക്കേണ്ടി വരികയാണ്. അങ്ങനെ ഉപേക്ഷിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ആ ഒരു നഷ്ടത്തിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് കൂടുതലായിട്ട് ബിസിനസ് അണ്ടർസ്റ്റാൻഡ് ഹൗ വൺ ഡിസിഷൻ ഓവർ അനദർ മേ അഫക്റ്റ് പ്രോഫിറ്റബിലിറ്റി. നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളിൽ ഒന്ന് നമുക്ക് വിടേണ്ടി വരുമ്പോൾ എങ്ങനെയാണത് വേറൊന്നിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. പല കമ്പനീസും പ്രൊഡക്ഷൻ ബിക്കംസ് എഫിഷ്യൻറ്റ് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കമ്പനീസിന് എക്കണോമീസ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യാം, അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാം, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ഇങ്ങനെയെല്ലാം സംഭവിക്കണമെങ്കിൽ കോസ്റ്റൊക്കെ സ്പ്രെഡ് ഓവർ എ ലാർജർ നമ്പർ ഓഫ് ഗുഡ്സ്, ഒന്നിലധികം ഗുഡ്സിൽ അവർക്ക് കോസ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ പറ്റണം. കോസ്റ്റ് ക്യാൻ ബി ബോത്ത് ഫിക്സഡും ഉണ്ട് വേരിയബിളും ഉണ്ട്. പിന്നെ പറയുന്ന എക്കണോമിക് സൈക്കിൾ എന്താണെന്ന് പറയുന്നുണ്ട്. ബിസിനസ് സൈക്കിൾ തന്നെയാണ്. എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും പല സമയങ്ങളിലും. ബിസിനസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനോ എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ ഒക്കെ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്.
ഈ ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ GDP, ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്, കൺസ്യൂമർ സ്പെൻഡിങ് ക്യാൻ ഹെൽപ്പ് ഡിറ്റർമിൻ ദ കറണ്ട് എക്കണോമിക് സൈക്കിൾ. നെക്സ്റ്റ് 13ാമത്തേൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസിങ് പ്രൊഡ്യൂസർ എപ്പോഴും ഫേസ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഇറ്റ്സ് മാർജിനൽ കോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇംപ്ലൈ ചെയ്യുന്ന ഫാക്ടേഴ്സ് പ്രൈസ് ഈക്വൽ ദ ഫാക്ടേഴ്സ് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ആണ്. അതിൻ്റെ പ്രൈസ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആവുന്നത്. ഇറ്റ് അലൗസ് ദ ഡീവിയേഷൻ ഓഫ് സപ്ലൈ കർവ് ഓൺ വിച്ച് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ഈസ് ബേസ്ഡ്. ഇത് പ്രധാനമായിട്ടും നിയോ ക്ലാസിക്കൽ അപ്രോച്ചിലാണ് കാണുന്നത്. നെക്സ്റ്റ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പല വേരിയസ് എക്കണോമിക് മെഷേഴ്സ്, പോളിസീസ്, പ്രിൻസിപ്പിൾസ്, ടൂൾസ്, മെത്തേഡ്സ്, തിയറീസ് ഇതെല്ലാം ഡിസിഷൻ മേക്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ഹൈലൈറ്റ് ടെക്നിക്സ് ഉണ്ട്. നല്ല ഇഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഫിനാൻസും ഹ്യൂമൻ റിസോഴ്സും മെറ്റീരിയൽ റിസോഴ്സിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, അതുവഴി നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് ദാറ്റ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്. ഫിസിക്കലി നമുക്കുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലെ റിലേഷൻഷിപ്പിനെ തന്നെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കാണിക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഗിവൺ ടൈം പീരീഡ്. ഒരു പെർട്ടിക്കുലർ തന്നിരിക്കുന്ന ഒരു കാലയളവിനുള്ളിൽ നമുക്ക് എത്രത്തോളം ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഔട്ട്പുട്ട്. തിരിച്ച് ഇൻപുട്ട് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് റിസോഴ്സസ് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ആർ യൂസ് ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എത്രത്തോളം റിസോഴ്സും മെറ്റീരിയലും യൂസ് ചെയ്തു എന്നുള്ളതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവാണ്. അതിൽ 2 ഫോംസ് ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് ഡിമാൻഡ് കർവിൽ എക്സ്റ്റൻഷനും ഉണ്ട്, കോൺട്രാക്ഷനും ഉണ്ട്. ഡിമാൻഡ്, ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് അവിടെ കുറയുന്നു. അപ്പോൾ ഡിമാൻഡ് കർവ് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യണം. കോൺട്രാക്ഷൻ ഇൻ ദ ഡിമാൻഡ് കർവ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഡിമിനിഷസ്. ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള ഡിമാൻഡ് അവിടെ കുറയുന്നു, അവിടെ പ്രൈസ് ഇൻക്രീസ് ആവുന്നു. ഇതാണ് 2 തരത്തിലുള്ള ആ ഒരു ഡിമാൻഡ് കർവിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് ഇവിടെ പറയുന്നതിന് കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾ, മാർജിനൽ പ്രിൻസിപ്പിൾ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, അത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 4 തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 18ാമത്തെ പോയിന്റിൽ സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഇൻപുട്സ്, കമ്പനിയുടെ ടെക്നോളജി, അവരുടെ ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ, നമ്പർ ഓഫ് സെല്ലേഴ്സ്, പിന്നെ അതേപോലെ തന്നെ സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ടെക്നോളജി ആവാം, നമ്പർ ഓഫ് സപ്ലയേഴ്സ് ആയിരിക്കാം, സപ്ലയറുടെ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കാം, കൺസ്യൂമറുടെ ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കാം, ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നു, ഹൈ വേജ് റേറ്റ് വരുന്നു, ഇതെല്ലാമാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, അതായത് അഡീഷണൽ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ആഡിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഇൻപുട്ട്. നിലവിൽ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ട് പോകുന്നത് അതിനേക്കാൾ ഒരു യൂണിറ്റ് അധികമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതേപോലൊരു യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുക, എന്തുകൊണ്ട്? പ്രൊഡക്ഷൻ ഇൻപുട്ടിൽ വരുന്ന ചേഞ്ച് കൊണ്ട്, ഇതിന് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് മാർജിനൽ പ്രൊഡക്റ്റിൽ പ്രാക്ടിക്കൽ ടേംസിൽ മൈറ്റ് മീൻ ദ അഡീഷണൽ ഡോണട്ട്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് എ ഡോണട്ട് ഷോപ്പ് വൺസ് ദേ ഹയർ ആൻ എക്സ്ട്രാ എംപ്ലോയി. അതായത് ഒരു എംപ്ലോയിനെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡോണട്ടെങ്കിലും അധികം ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 20ാമത്തെ ഡിസ്എക്കണോമീസ് ഓഫ് സ്കെയിൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരു കമ്പനി അല്ലെങ്കിൽ ബിസിനസ് ഗ്രോ ചെയ്യുന്നു, സോ ലാർജ് ദാറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ്. അങ്ങനെ വലുതാവും തോറും അതിൻ്റെ ഓരോ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ആവുകയാണ്. ഇറ്റ് ടേക്സ് പ്ലേസ് വെൻ എക്കണോമീസ് ഓഫ് സ്കെയിൽ നോ ലോങ്ങർ ഫങ്ഷൻ ഫോർ എ ഫേം. അപ്പോൾ ഡിസ്ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് ലെസ് എഫിഷ്യൻ്റ് ആയിരിക്കാം, ലീഡിങ് അറ്റ് എ ഹയർ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു അഡീഷണൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ തന്നെ ഒരുപാട് കോസ്റ്റ് സഫർ ചെയ്യേണ്ട അവസ്ഥ വരിക. സിൻസ് ഡിസ്എക്കണോമീസ് ഓഫ് സ്കെയിൽ ലീഡ് ടു ഹയർ മാർജിനൽ കോസ്റ്റ് ടിപ്പിക്കലി ഓൾസോ ലീഡ് ടു കമ്പനി എക്സ്പീരിയൻസിങ് റെഡ്യൂസ്ഡ് പ്രോഫിറ്റബിലിറ്റി. അങ്ങനെ ഒരു കോസ്റ്റ് കൂടുന്ന വഴി കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി കുറയുന്നു. 21ാമത്തെ ക്വസ്റ്റ്യനിൽ ഒളിഗോപോളിസ്റ്റ് ക്യാൻ ചാർജ് എ പ്രൈസ് ജസ്റ്റ് ലോവർ ദാൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഓർഡർ ടു കീപ് റൈവൽ ഫേംസ് ആൻഡ് ന്യൂ എൻട്രൻസ് ഔട്ട് ഫ്രം ദ മാർക്കറ്റ് ഇൻ ദ ഷോർട്ട് റൺ. കുറഞ്ഞ കാലയളവിലേക്ക് നമുക്ക് എന്ത് കോസ്റ്റ് വന്നാലും അതിനേക്കാൾ കുറച്ചുകൊണ്ട് പ്രൈസ് ഫിക്സ് ചെയ്യാം. കാരണം പുതിയ ആൾക്കാരുടെ എൻട്രി തടയാനും നിലവിലുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കാനും വേണ്ടിയിട്ട്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ന്യൂ എൻട്രൻസ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ് ആൻഡ് ക്യാപ്ചർ ലാർജ് മാർക്കറ്റ് ഷെയർ നമുക്ക് ക്യാപ്ചർ ചെയ്യാനാണ്. ഒളിഗോപോളിസ്റ്റ് എപ്പോഴും ചാർജ് പ്രൈസ് ബൈ ആഡിങ് എ ഫിക്സഡ് മാർക്കപ്പ് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ടു ഏൺ സം കോൺസ്റ്റൻറ്റ്
profits keeping an eye and while rival firms are strategizing in the market. നമ്മളെപ്പോഴും നമ്മുടെ കോസ്റ്റ് എത്രയാണോ വരുന്നത് അതിനേക്കാൾ ഒരു ലേശം പ്രോഫിറ്റും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക. കാരണം നമ്മുടെ റൈവൽസ് എന്താണോ ചെയ്യുന്നത് അവർ സ്ട്രാറ്റജി മെനയുമ്പോൾ തന്നെ നമ്മളും അതിനനുസരിച്ച് ഒപ്പം നീങ്ങാണ് ഇവിടെ ചെയ്യുന്നത്. ഒളിഗോപോളിസ്റ്റ് ഓഫൺ കൊല്യൂഡ് വിത്ത് റൈവൽ ഫേംസ് വിത്ത് റൈസ് പ്രൈസസ് ടുഗെദർ ദെർബൈ. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് പ്രൈസ് റൈസ് ചെയ്യാൻ പറ്റില്ല. അവർ 2-3 ആളുകളുണ്ടെങ്കിൽ അവരെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് മാത്രമാണ് ചെയ്യുക. കാരണം ആ ഒരു കൺസ്യൂമേഴ്സിനൊരു ഡിസഡ്വാൻറ്റേജ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണ്. അവിടെ പ്രെഡിക്റ്റ് ചെയ്യാണ് ഫ്യൂച്ചർ കണ്ടീഷൻ എക്കണോമി എങ്ങനെ വരും. അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യുക. ഗവൺമെൻറ് ഓഫീഷ്യൽസും ബിസിനസ് മാനേജേഴ്സൊക്കെ ഈ ഒരു എക്കണോമിക് ഫോർകാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് ഉണ്ടാക്കാനും ഫ്യൂച്ചർ ഓപ്പറേഷൻ ആക്ടിവിറ്റിയൊക്കെ ഫിക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യനിൽ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഒരുപാട് എക്സ്പെൻസുകൾ വരുന്നുണ്ട്. ലേബർ, മെറ്റീരിയൽ, കൺസ്യൂമബിൾ, മാനുഫാക്ചറിങ്, സപ്ലൈസ്, ജനറൽ ഓവർഹെഡ് ഒക്കെ വരുന്നുണ്ട്. ടോട്ടൽ പ്രൊഡക്റ്റ് കോസ്റ്റ് എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ കോസ്റ്റ് ആസ് വെൽ ആസ് ദ ടോട്ടൽ മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റ്. യൂഷ്വലി ഇതിൻ്റെ ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഫേം ഓഫ് ദ ഔട്ട്പുട്ട്, ടെക്നോളജി, പ്രൈസ് ഫാക്ടേഴ്സ്, ഫിക്സഡ് ഫാക്ടേഴ്സ്, ഇതൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് പാർട്ട് സി എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. 24ാമത്തെ ക്വസ്റ്റ്യനിൽ മാനേജറൽ എക്കണോമിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഒരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആണ്. ഇവിടെ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് മെത്തേഡ്സ് ആയിരിക്കും ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസംഷനും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഇത് മൂന്നും കണക്ട് ചെയ്തിട്ടൊരു സ്റ്റഡിയാണ്. പ്രൊഡ്യൂസ് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, കൺസ്യൂം ചെയ്യണം. അപ്പോൾ മാനേജറൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എക്കണോമിക് തിയറിയും പ്രിൻസിപ്പിളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സ്കെയേഴ്സ് റിസോഴ്സിനെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതുവഴി നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുക. കമ്പനിയുടെ കസ്റ്റമർ, കോമ്പറ്റീറ്റേഴ്സ്, സപ്ലയേഴ്സ്, ഇൻറ്റേർണൽ ഓപ്പറേഷൻസ് അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ പ്രൈസിങ് സ്ട്രാറ്റജി ഇതിൽ വരും. ഡിമാൻഡ് അനാലിസിസ് നടക്കുന്നതിന് വരും. റിസോഴ്സിനെയൊക്കെ കൃത്യമായി അലോക്കേറ്റ് ചെയ്യുക, ഇൻവെൻട്രീനൊക്കെ മാനേജ് ചെയ്യുക, അതൊക്കെയാണ് വരുന്നത്. റിസ്ക്കും അൺസർട്ടനിറ്റിയും അതിൻ്റെ ഫീച്ചേഴ്സാണ് മാനേജറൽ എക്കണോമിക്സിൻ്റെ. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അനലൈസ് ബിസിനസ് ഗോൾസിനൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുക, ഡിമാൻഡ് അനലൈസ് ചെയ്യുക, ന്യൂ ബിസിനസ്സിനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിസിഷൻ എടുക്കുക, റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യുക, ടൈപ്സ് ഓഫ് മാനേജറൽ എക്കണോമിക്സ്, ഗ്രോത്ത് മാക്സിമൈസേഷൻ, ഇംപ്ലിമെൻ്റ് അനലിറ്റിക്കൽ ടൂൾസ്, മാർക്കറ്റ് എക്സ്പെരിമെൻറ്റ്, പ്രോഫിറ്റ് സാറ്റിസ്ഫൈസിങ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി 25ാമത്തേൽ ക്വാണ്ടിറ്റേറ്റീവ് ഫോർകാസ്റ്റിംഗ് എന്താണെന്നുള്ളത്. ഇവിടെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ മോഡൽസും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യുക. ഇതുവഴി അത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്താണോ അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രഡിക്ഷൻസ് നടത്തുന്നത്. ഫ്യൂച്ചർ വാല്യൂസൊക്കെ കാണുന്നത്. അതിന് ടൈം സീരീസ് അനാലിസിസ് യൂസ് ചെയ്യാം, റിഗ്രഷൻ അനാലിസിസ്, ഡാറ്റ മൈനിങ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. അവിടെ ഹൗ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ബേസ്ഡ് ഓൺ ദിയർ ഡിഗ്രി ആൻഡ് നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, എങ്ങനെയൊക്കെയാണ് അവർ പല തരത്തിൽ ആ ഒരു കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേച്ചറിനനുസരിച്ചുകൊണ്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഔട്ട്കംസൊക്കെ ബിഹേവിയേഴ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കമ്പനീസിനെയൊക്കെ ഒരു സ്പെസിഫിക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നതിന്. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത് എന്നുള്ളതും അവരുടെ ആ ഡിഗ്രി ഓഫ് നേച്ചർ അതെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നതും എന്തൊക്കെയാണ്. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഒളിഗോപ്പൊളി മാർക്കറ്റും മോണോപ്പൊളി മാർക്കറ്റും മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും ഒക്കെ ഉണ്ടതാണ് മാർക്കറ്റ് സ്ട്രക്ചർ. 27ാമത്തെ ക്വസ്റ്റ്യനിൽ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ദാറ്റ് റിസൾട്ട് ഫ്രം ദ ചേഞ്ച് ഇൻ ഫാക്ടേഴ്സ് ഇൻപുട്ട് സൈമൾട്ടേനിയസ്ലി ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ ഇൻ ദ ലോങ് റൺ. വളരെ കാലത്തേക്ക് ഇൻപുട്ടിൽ വരുന്ന അതേ ചേഞ്ചസ് തന്നെ ഔട്ട്പുട്ടിലും കാണിക്കുക. ഇതിനാണ് റിട്ടേൺ ടു സ്കെയിൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ when a firm changes the quantity of all inputs in the long run, കുറേ കാലത്തേക്ക് നമ്മുടെ ഇൻപുട്ട് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതേ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇറ്റ് ചേഞ്ചസ് ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനും ചേഞ്ച് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. റിട്ടേൺ ടു സ്കെയിൽ ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ഈച്ച് ഇൻപുട്ട് ഫംഗ്ഷൻ ബൈ എ മൾട്ടിപ്ലയർ. ഒരു മൾട്ടിപ്ലയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ഇൻപുട്ട് ഫംഗ്ഷനെയും മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ആ റിസൾട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്ലയറിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് റിട്ടേൺസ് ടു സ്കെയിൽ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അത് ലെസ് ദാൻ മൾട്ടിപ്ലയർ ആണെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിൽ റിസൾട്ട് ഇൻ ഡിക്രീസിങ് ദ റിട്ടേൺ ടു സ്കെയിൽ. ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാനിത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം.
ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ ആൻസർ കീയും. ഒപ്പം തന്നെ നിങ്ങൾക്കത് PDF ആയി ലഭിക്കണമെങ്കിൽ താഴെ അതിൻ്റെ ലിങ്കും കൂടി കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൂടി കൊടുക്കാം. അപ്പോൾ അതുകൂടി നിങ്ങൾ ഒന്ന് നോക്കുക. അപ്പോൾ BComൻ്റെ കൊടുത്ത സമയത്ത് ഒരുപാട് പേരുടെ കമൻറ്റ് വന്നിരുന്നു, അവർക്ക് BBID കൂടി വേണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ആൻസർ കീ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇനി ഒരു പരീക്ഷയ്ക്ക് നമുക്ക് പ്രിപ്പയർ ആവുന്ന ആളുകൾക്കും കൂടിയിട്ട് കുറച്ചും കൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ചാനൽ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കിത് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പറയുക. അപ്പോൾ മാക്സിമം അതിനനുസരിച്ച് മാറ്റങ്ങളെല്ലാം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വീഡിയോസിന് ഇത്രയും ഓരോ പ്രാവശ്യവും നിങ്ങളോട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് നമ്മളെടുക്കുന്ന ഒരു എഫേർട്ട് നിങ്ങളെ കൃത്യമായിട്ട് എത്തുന്നുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇതിലൂടെയൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധയിൽ വയ്ക്കുക. ഓക്കെ, താങ്ക്